പാളി. ഹോസ്റ്റലിലാണ് ഇവിടെ അടുത്തുള്ള. ഞാനിപ്പോൾ ഓറോവില്ലിലേക്ക് പോവാണ്. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ, ഇതാണ് കിച്ചൺ, ആ കാണുന്നതാണ് റൂം. ഞാൻ വന്നിട്ട് കാണിച്ചത്, എനിക്ക് സമയമില്ല. ഇപ്പം തന്നെ സമയം 2:15. ഞാൻ മാറ്റിയിട്ട് പോവാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ 12 മണിക്ക്. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തന്നായിരിക്കും. ഇതാണ് ഗൈസ് ഓറോവിൽ വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇതെങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങ് നടന്നു നോക്കാം നമുക്ക്. ഞാൻ വേറെ കുറച്ച് ഇതിലാണുള്ളത് ഗൈസ്. ഗോൾഡൻ ഗ്ലോബ് എവിടെയാണെന്ന് അറിയില്ല. ചോദിച്ചോട്ടെ, എനിക്ക് മനസ്സിലായില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും. ഒന്ന് പോക്കന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഊബറിലാട്ടോ വന്നത്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ടെൻഷൻ ഇട്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യാം, ഞാൻ പറയാം. ഞാൻ സ്ഥലം കാണിച്ചിരുന്നു. ഞാനിതാ പാസും വാങ്ങി ഓറോവിൽ മൈത്രി മന്ദിറിലേക്ക് പോവാണ്. വേറെ എന്താ സംഭവിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഊബറിലാണ് വന്നത്. ഊബറിലെ ആളെന്നോട് ചോദിച്ച് തനിയാണോ വന്നത്, അപ്പോൾ തമിഴിലാണ് മൊത്തം സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞാ പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് വരെ. ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ പോവാറുണ്ട് എന്നാൽ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്, അയാളോട് പറയാൻ പറ്റില്ലല്ലോ. വെറുതെ എന്തിനാ ഇതിലേക്ക് തന്നെയാണോ അവ പഠിച്ചോനെ, എനിക്ക് പേടിയാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു തമിഴെല്ലാം എങ്ങനെ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പണ്ട് മുതൽ തമിഴ് പടങ്ങൾ കാണാറുണ്ടായിരുന്നു, അതുകൊണ്ട് തമിഴ് അറിയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ചോദ്യങ്ങളെന്ന് ചോദിച്ചു. ഞാൻ എല്ലാത്തിനും കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചത് അങ്ങനെ കറക്റ്റ് പറയാൻ പാടില്ലല്ലോ എന്നുള്ളത്. പിന്നെ എനിക്കെന്തോ അയാൾ പാവാട്ടോ, പക്ഷെ നമ്മൾ എന്താ പറയുക, പാവാന്ന് വിചാരിച്ച് നമ്മൾ എന്താ പറയുക അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ തോന്നിയത് എല്ലാം കഴിഞ്ഞിട്ട് മൂപ്പരനോട് ചോദിച്ച് ഇവിടുന്ന് എങ്ങനെ തിരിച്ച് വരിക. മൂപ്പര് ഫുൾ നല്ല രീതിയിലാട്ടോ ചോദിക്കുന്ന, എങ്ങനെ തിരിച്ച് വരിക അങ്ങനെ ഇങ്ങനെ നല്ല ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് വന്നോളൂ, ഓളിങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു അയാൾ പോയി. പക്ഷേ എനിക്ക് നല്ലൊരു പേടി. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനത്തെ അണ്ണാ മുന്നാടി താനാ താങ്ക്സ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോവാം. എൻ്റെ ബാഗിൽ ക്യാമറ ഇല്ലാണ്ട് ക്യാമറ ഒന്നും എടുക്കാനുള്ള ശേഷിയല്ല, കയ്യിൽ മറച്ച സാധനമാണ് ഗൈസ്. അയ്യോ ഇത് എന്താ പറയുക, നല്ലൊരു സ്ഥലം, പക്ഷേ നല്ലൊരു ശൂന്യമായ സ്ഥലം അങ്ങനെ പറയണം. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോവുക. ഇവിടെ ആരുമില്ല ഇൻ ദ സെൻസ് ഓരെല്ലാം വണ്ടി പോയിട്ടുണ്ടാവും, ഞാൻ ഒറ്റക്കാണല്ലോ. അപ്പം ഞാനിങ്ങനെ നടന്നു പോയിക്കോളാം, തിരിച്ച് വണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് വണ്ടി വേണ്ട. ഞാൻ പറഞ്ഞാൽ ഓക്കെ വണ്ടിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വണ്ടി പോകുന്നതാണ്, പിന്നെ ഇതിനാണ് ഇതെന്താ ഇത് ഊട്ടിക്കല്ലോ. ഞാൻ വിചാരിച്ചു ഒറ്റക്കെല്ലാം വരുന്നത് ഭയങ്കര ഇങ്ങനെ എല്ലാം തരുണം ചെയ്യണം, അങ്ങനെയാണ് വരിക. ഇതുവരെ ഓറോവില്ലെത്തിയിട്ടില്ല, കുറച്ചുണ്ട് നടക്കാൻ. അപ്പോൾ ഇതാണ് ഗൈസ് സ്ഥലം. ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. റിട്ടേൺ ബസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. റിട്ടേൺ ബസ്സൊക്കെ പോയിട്ടു. നല്ല ശാന്തമായ മൂകമായ സ്ഥലമാട്ടോ ഇത്. എന്താണ് ഇവിടെ ഉള്ള ശേഷം ഓറോവിൽ ഓഡിറ്റോറിയം ഉണ്ട്, ഓറോവിൽ മ്യൂസിയം ഉണ്ട്, ബൊട്ടീക്ക് ഉണ്ട്, പിന്നെ സ്വരം സൗണ്ടിൻ്റെ ഇതുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വയസ്സ് ഞാൻ കുറച്ചൊന്ന് നടന്നപ്പം കുറച്ചധികം നടന്നപ്പം ഒരു ബസ് വന്നു. അപ്പോൾ ആ ബസ്സിൽ കയറി വന്നു. ആ ബസ്സിനോട് എന്നോട് ഓൾറെഡി ചോദിച്ചിട്ട് പറ്റും. അപ്പോൾ ചോദിച്ചിട്ട്
കാണാൻ എന്തിനാണ് നമ്മൾ ബസ്സിലല്ല പോകുന്നത്. അപ്പോൾ ബസ് കണ്ടപ്പോൾ ഞാനും കയറി. അപ്പോൾ കയറുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത് ഒറ്റക്കാണല്ലോ, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും പേടിക്കണ്ട. അപ്പോൾ ഈ സോളോ ട്രാവൽ ചെയ്യുന്നവരെ ഞാൻ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഗൈസ്. എന്നെയും നിങ്ങളിനി ചെയ്യണം. ഇനി പക്ഷേ ഫസ്റ്റ് പോണ്ടിച്ചേരി വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഡൽഹിയിലോ സോളിലോ എവിടെയെങ്കിലും എല്ലാം പോകുമ്പോൾ ഒരു ധൈര്യമായി പഠിച്ച് ഇതിൽ എന്തൊക്കെ ചെയ്യരുതെന്ന് പഠിച്ച് ഞാൻ. കാരണം ഞാൻ കുറേ സംഭവങ്ങൾ ചെയ്തു, അതൊന്നും ചെയ്യരുതെന്ന് എനിക്ക് പഠിച്ച്. എല്ലാവരോടും ഭയങ്കര കൈൻഡായിട്ടൊന്നും നിൽക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ കാണാൻ വന്ന ഗോൾഡൻ ഗ്ലോബാണ്. അതിൻ്റെ അടുത്ത് എത്താനായി. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇത് കാണാനാണ് ഞാൻ വന്നത്. ഡോണ്ട് ജഡ്ജ് മീ ഗൈസ്. ഇവിടെ ആകെ കാണാനുള്ള കാര്യപ്പെട്ട ഒരു ഇതിൽ പെട്ടതാണിത്. ഇവരൊക്കെ എന്താണാവോ ഇത്ര നേരം നോക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. ഇതിനെന്തെങ്കിലും ഇതുണ്ട്, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അത്ര റിസർച്ച് ഒന്നും ചെയ്തിട്ടല്ല വന്നത്. ഇത് കാണാനാണ് ഞാനിത്ര നടന്നും ടെൻഷൻ അടിച്ചും വന്നത്. എന്താണാവോ ഇത്? അപ്പോൾ എനിക്കിത് കണ്ടാൽ മതി. ഇത് കണ്ടു തൃപ്തിയായി. ഞാൻ തിരിച്ചു പോട്ടെ. ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണിത്. ഇയാൾ ഇവിടുത്തെ ആളാട്ടോ. എന്നോട് ആ ഊബർ ഡ്രൈവർ ചോദിച്ച് പോണ്ടിച്ചേരി എന്തിന് വന്നതാണ്, എന്ത് കാണാനാണ് പോണ്ടിച്ചേരി ഉള്ളത്? ഞാൻ പറഞ്ഞു പോണ്ടിച്ചേരി ആയതുവരെ വന്നിട്ടില്ല, അപ്പോൾ വന്നതാ. ഓറോവില്ല് മാത്രമേ കണ്ടിട്ടുള്ളൂ. വൈറ്റ് ഔട്ടും കാര്യങ്ങളെല്ലാം, റോക്ക് ബീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാണാൻ. അതൊക്കെ നാളെയോ ഇന്നെത്തിയാൽ ഇന്നോ കാണേണ്ടതാണ്. അപ്പം പോണ്ടിച്ചേരി കാണാൻ മാത്രമൊന്നും ഇല്ലയെന്ന് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ലോക്കൽസിനെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കോഴിക്കോട് ഇപ്പം ഇവിടുന്നൊക്കെ ആൾക്കാരുണ്ടാവും, ഫുഡിനൊക്കെ ആയിരിക്കാം മേ ബി. അപ്പോൾ അതുപോലെ നമ്മൾ പറയില്ല കോഴിക്കോട് എന്താ ഇപ്പോൾ ഉള്ളത്, ഫുഡുണ്ടല്ലോ. അതുപോലെ പോണ്ടിച്ചേരി ഇവിടുത്തെ ആൾക്കാർക്ക് ഒന്നും സ്പെഷ്യലായിട്ട് തോന്നില്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലെല്ലാം പോകണ്ടേ. അപ്പോൾ ഞാൻ ഓറോവില്ലിൽ നിന്ന് ഇറങ്ങാണ്. ഞാനതിൻ്റെ ഇടയ്ക്കൊന്ന് ലഞ്ച് കഴിച്ചു 4 മണിക്ക്. എന്താ കഴിച്ചത് ഞാൻ ഇതിലിടാം. ഞാൻ രാവിലെ പോയ കഫേയിൽ ആളോട് സജഷൻസ് ചോദിച്ചതേ, എന്താ ഓറോവില്ലിൽ നല്ല കഫേസ് ചെയ്താൽ. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തതാണ്, പക്ഷേങ്കിൽ എനിക്ക് പിസ്സ അങ്ങനത്തെ ഒന്നും വേണ്ട. ടാൻറ്റോ പിസ്സ ഏരിയ ഉണ്ട് ഇവിടെ, അത് പക്ഷേ എനിക്ക് വേണ്ട. പിന്നെ ഹോപ്പ് കഫേ ഉണ്ട്, അത് വെജാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും നല്ലൊരു ഓപ്ഷൻ, ഒരു പോണ്ടിച്ചേരിക്കാരനല്ലേ, അവർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു തന്നത് ഡ്രീമേഴ്സ് കഫേ. ഞാൻ അവിടെ പോയിട്ട് ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരാണ് ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ക്ലാസിക് കോൾഡ് കോഫി കുറേ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ക്ലാസിക് കോൾഡ് കോഫി ചിക്കൻ സാൻഡ്വിച്ച് എന്നാണ്. ഞാനത് കഴിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയറൊക്കെ വേദന തുടങ്ങി. ഇത്രയും മോശമായൊരു ഫുഡ് എൻ്റെ ഒപ്പീനിയൻ ആട്ടോ. ചിലവർക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമാവുമായിരിക്കും, ഇഷ്ടമാവാതിരിക്കുമോ. പക്ഷെ എനിക്കിഷ്ടമായിട്ടില്ല ബ്രോ. എന്ത് ഫുഡാണത്? ഓ, ഞാൻ ആലോചിക്കാം, ഞാൻ കുറച്ച് പ്രതീക്ഷിച്ച് നമ്മൾ വരരുത്, അതെനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ച് ഇവിടെ എങ്ങാനും വന്നല്ലേ, ഇവിടെ കുറച്ച് കഫേസ്, നല്ല അടിപൊളി കഫേസ് ഉണ്ട് വിചാരിച്ച് വന്നതാണ്. അല്ല, ഇവിടെ നല്ല കഫേസ് ഉണ്ട്, പക്ഷെ ഞാൻ പോയത് പാളിപ്പോയി. ഞാനൊന്ന് പോട്ടെ. അങ്ങനെ ഓറോവില്ലിൽ നിന്ന് റോക്ക് ബീച്ചിലേക്ക് വന്നതാണ്. സൺസെറ്റ് കാണാൻ വന്നതാണ്. 5:50 പക്ഷേ ബീച്ച് ഞാൻ കാണിച്ചില്ല. ബീച്ച് എൻ്റെ നേരെ മുന്നിലുള്ളതാണ്, പക്ഷേ സൂര്യനുള്ളത് ബാക്കിലാണ്. എനിക്കറിയില്ല അതെന്താ അങ്ങനെ. നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. ശരിക്കും കടലിലല്ലേ സൺസെറ്റ് ഉണ്ടാവുക, ഇതെന്താ ബാക്കിലേക്കാറോടെ. പക്ഷേ സമാധാനമുണ്ട്.
ഇതാ ഞാൻ പറഞ്ഞ ബീച്ച്, റോക്ക് ബീച്ച്. ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. ഞാൻ വേറൊരു ഷോപ്പിനും വിചാരിച്ചത്, പക്ഷേ ആ ഷോപ്പ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ഞാനിവിടെ ദി സ്പോട്ട് എന്ന് പറയുന്ന റോക്ക് ബീച്ചിൻ്റെ അടുത്തുള്ളൊരു കഫേയിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓർഡർ ചെയ്തത് ചിക്കൻ സമ്മർ സാലഡും കൊമ്പൂച്ചയാണ്. കൊമ്പൂച്ച ഓൾറെഡി പാളി. നമുക്ക് സാലഡ് ട്രൈ ചെയ്തൊക്കെ ഗൈസ്. എനിക്കറിയില്ല എന്തായിരിക്കും അവസ്ഥ എന്ന്. ഞാൻ വിചാരിക്കുന്നു ഇതെന്താ ഒരു കോക്കനട്ടിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇത് കോക്കനട്ടാണ്. ടേസ്റ്റ് ഉണ്ട്, പാളിയില്ല. ലഞ്ച് പോലെയല്ല, ഇത് ടേസ്റ്റ് ഉണ്ട് സംഭവം. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഇപ്പോൾ സമയം 9:15. റൂമിലെത്തിയിട്ട് കാണാം. ഞാൻ പോണ്ടിശ്ശേരി വൈറ്റ് ടൗൺ വഴിയാണ് ഇങ്ങനെ നടന്നു പോവാണ്. ഞാനെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തി. നല്ലൊരു ദിവസം കേട്ടോ. രാവിലൊക്കെ ഒരു എന്താ പറയുക എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. പോണ്ടിച്ചേരി വരണമെന്ന് ചോദിച്ചാൽ പോയി കാണാം. ഒരു ദിവസത്തേക്കൊക്കെ ഓക്കെ, 2 ദിവസം ഓക്കെ കാണാനുണ്ട്. നല്ലത്. നാളെ കൂടെ നോക്കട്ടെ. നാളെയാണ് ഞാൻ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലെല്ലാം പോകുന്നത്. നോ, ഐ ആം ടേക്കിംഗ് വീഡിയോ. ഹായ് ഗായ്സ്, സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾ മീൻസ് ഞാൻ ഹോസ്റ്റലിൽ കുറച്ച് ആൾക്കാരായിട്ട് കമ്പനിയായി. അതിൽ നിന്ന് ഒരാളോട് കൂടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നത്. വ്ളോഗിൽ ഞാനിങ്ങനെ എടുക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ വ്ളോഗ് എടുക്കാം. അപ്പോൾ എന്താ അത്രയാശ്രയിച്ച് വന്നത് അവിടെ ബ്രിഡൻ ചോക്ലേറ്റ് അവസാനം വന്നതാണ്. അത് തീർന്നു. പരിപാടി സ്ഥലം. അപ്പം ഏതാ ബ്രൗണി രസാണ് ഓക്കെ. ഞാൻ ഉണ്ടാവും. ഓർഡർ ചെയ്തത് ഇത്, ഹേസൽ ഓർഡർ ചെയ്തത് അത്. എന്തൊക്കെയോ മലയാളം അറിയാം. ഓക്കെ. Are you able to cut it? This is too hard. My facial expression is changing. It's good. ഫുഡ് കഴിച്ചിറങ്ങി ഇപ്പോൾ ആശ്രമത്തിലേക്ക് പോവാണ്. എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ ഉണ്ട്. ഇതിലേത് ആശ്രമം എന്നറിയില്ല. കണ്ട, ഇതൊരു ബിൽഡിങ്,
ഇതൊരു ബിൽഡിംഗ്. Guys, meet Jayanti aunty. Come. Even I exist. Guess her age. Guess her age. Oh my god, you won't be able to guess for sure. ഞാൻ പറഞ്ഞില്ലല്ലോ ഇതാരാന്ന്. This is Jayanti aunty from Sri Lanka. സോളോ ആയിട്ട് വന്നതാണ് ഗായ്സ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവരെ വയസ്സ് നിങ്ങളാരും വിശ്വസിക്കില്ല. 65 വയസ്സായി. ഇത് മൂപ്പര വേറെ പുതിയ ഫ്രണ്ട്. മൂപ്പര വയസ്സ് 55. നമ്മളതിൻ്റെ അത് കഴിഞ്ഞൊരു ബൊട്ടീക്കിലേക്ക് പോയി. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് ക്വാർട്ടേഴ്സിലേക്ക് പോകാമെന്നതായിരുന്നു. ബട്ട് ഭയങ്കര ചൂട്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കട്ടയ്ക്ക് അറിയിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്ന് ഇരിക്കാനേ. ഇവിടാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. This is potato. That is fish. Yeah, I had fish. You don't like fish, or are you like allergic or something? No, I don't like fish. I can't figure out what is what mine. Prawns is good. ഞങ്ങളിപ്പോൾ ഉള്ളത് ലൈറ്റ് ഹൗസിൻ്റെ മേലെ കേട്ടോ. We climbed around 300 plus steps, guys. Goal. അടുത്തത് ഇവിടത്തേക്കാണ്, ബേക്കർ സ്ട്രീറ്റ്. ഒരാൾ മറന്നു, എൻ്റെ വായിലുണ്ട്, ഞാനത് ഇറക്കിയിട്ടില്ല. സോ കഴിച്ചതിൽ ഞാനിതാ ഇന്നലത്തെ അതേ സമയത്ത് ബീച്ചിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഡിഫറൻസ് എന്താ വെച്ചാൽ ഞാൻ വേറെ ഡ്രസ്സാണ് ഇട്ടത്, പിന്നെ ഇത് Day 2 ആണ്. പിന്നെ വേറൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോവാണ്. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഏറെയായി 8 മണിക്കാണ് ബസ്. ഇപ്പോൾ ഊബർ എടുക്കണം. ഇറ്റ് വാസ് എ ഗുഡ് ജേർണി. നല്ലൊരു സോളോ ട്രിപ്പായിരുന്നു പോണ്ടിച്ചേരിയിലേക്കുള്ളത്. അപ്പോൾ നാളെ ഇതേ സമയം വീട്ടിലുണ്ടാകും. വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ. ഹോപ്പിംഗ് ഫോർ മോർ സോളോ ട്രിപ്സ്. നല്ലുണ്ട് പറഞ്ഞാൽ നല്ലുണ്ട്. ശരി ഗൈസ്.